ഹായ് സ്റ്റുഡൻസ്, ക്ലാസ് 7 കണ്ടന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ഉണ്ട് അല്ലേ? നിങ്ങൾ പലരും അത് എഴുതുന്നവരായിരിക്കും. അപ്പോൾ മാത്തമാറ്റിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ടൈം ആൻഡ് വർക്ക് അതുപോലെ തന്നെ ഡെസിമൽസ് ഒക്കെയാണ് മെയിൻ ആയിട്ട് ഇന്നത്തെ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ പ്ലേസ് വാല്യൂ ഓഫ് 7 ഇൻ ദി നമ്പർ 3.74? അപ്പോൾ 3.74 എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട്. ആ നമ്പറിൽ 7ന്റെ പ്ലേസ് വാല്യൂ എത്രയാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. ഞാൻ ജസ്റ്റ് ആ ഒരു നമ്പർ ഇവിടെ റീറൈറ്റ് ചെയ്യുന്നുണ്ട്, 3.74. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് എന്നോട് ചോദിക്കുകയാണ് 3ന്റെ പ്ലേസ് വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? ഇപ്പോൾ 3 ഇവിടെ വൺസ് ഡിജിറ്റ് ആണ് അല്ലേ, വൺസ് ഡിജിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ 3 × 1 = 3 എന്ന് പറയാൻ പറ്റും. ഇനി വേറൊരു എക്സാമ്പിൾ ഞാൻ എടുക്കുകയാണ്. ഇപ്പോൾ 674, ഓക്കെ, 674 എന്ന് പറയുന്ന ഒരു നമ്പർ ഞാൻ എടുക്കുകയാണ്. അപ്പോൾ 674ൽ 6ന്റെ പ്ലേസ് വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? 6 × 6 എന്ന് പറയുന്നത് യൂണിറ്റ് പ്ലേസ്, ടെൻസ് പ്ലേസ്, ഹൺഡ്രഡ്സ് പ്ലേസിലാണ്. അപ്പോൾ 6 × 100 = 600 ആണെന്ന് എനിക്ക് പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അതേ രീതിയിൽ നോക്കുന്ന സമയത്ത് ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 7 ഏത് പ്ലേസിലാണെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ പറയാൻ പറ്റും, ഇവിടെ ഡെസിമൽ കഴിഞ്ഞ് നെക്സ്റ്റ് പൊസിഷനിലാണ്. ദാറ്റ് മീൻസ് 1/10th പൊസിഷനിലാണ്, 1/10th പൊസിഷനിലാണ്. അല്ല എന്നുണ്ടെങ്കിൽ 0.1th പൊസിഷനിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ ഈസി ആയിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? 0.1 × 7 ചെയ്താൽ മതി. ദാറ്റ് മീൻസ് 0.7 ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാം? റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫ്രാക്ഷൻസ് ഈസ് ഈക്വൽ ടു ഡെസിമൽ? 0.494949 ആ രീതിയിൽ എന്ത് ചെയ്യാണ്? ഇൻഫിനൈറ്റ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു റാഷണൽ നമ്പർ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഡെസിമൽ നമ്പർ ആണ്, പക്ഷെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായിട്ടൊരു പാറ്റേൺ വരുന്നുണ്ട്. ഈവൻ തോ അത് ടെർമിനേറ്റ് ചെയ്യുന്നില്ല, എൻഡ് ചെയ്യുന്നില്ലെങ്കിൽ പോലും കൃത്യമായിട്ട് 49 എന്ന് പറയുന്ന ഒരു പാറ്റേൺ അവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് അതൊരു റാഷണൽ നമ്പർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ റാഷണൽ നമ്പറിനെ നമുക്ക് എന്ത് മാറ്റും? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. റാഷണൽ നമ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? P/Q ഫോമിലേക്ക് മാറ്റാൻ പറ്റും. അതായത് ഫ്രാക്ഷൻ ഫോമിലേക്ക് വളരെ ഈസി ആയിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ 0.4949 എന്ന് പറയുന്ന, അതായത് അങ്ങനെ ഇൻഫിനിറ്റിലി വരെ പോകുന്ന ആ ഒരു ഡെസിമലിന്റെ ഫ്രാക്ഷൻ വാല്യൂ എത്രയായിരിക്കും എന്നുള്ളതാണ് നിങ്ങളോട് ചോദിക്കുന്നത്. എക്സാമ്പിൾ ആയിട്ട് 0.49 ആണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അവിടെ ഇൻഫിനിറ്റ് വരെ ഒന്നുമില്ല, ജസ്റ്റ് 0.49 ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് 49/100 എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതാണ് അതിന്റെ ഫ്രാക്ഷൻ വരുന്നത്. ഇവിടെ അങ്ങനെയല്ല. 0.494949 എന്നുള്ള രൂപത്തിൽ എന്ത് ചെയ്യാണ്? ഇൻഫിനിറ്റ് വരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ വേറെ രീതിയിലാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടത്? ആൻസർ കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ഒരു വാല്യൂ ഒന്ന് റീറൈറ്റ് ചെയ്യാം. അതിന് ഞാൻ എക്സ് ആക്കി കൊടുക്കുകയാണ്. അതായത് എക്സ് ഈസ് ഈക്വൽ ടു 0.494949 എന്നുള്ള രൂപത്തിൽ ഞാൻ പറയാണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് കണ്ടെത്തുന്നത് 100x ആണ്. അതായത് ലെഫ്റ്റ് സൈഡിൽ ഞാൻ എന്ത് ചെയ്തു? ഒരു 100ന് മൾട്ടിപ്ലൈ ചെയ്തു. എക്സിന്റെ കൂടെ ഒരു 100ന് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 100x ആയി. ലെഫ്റ്റ് സൈഡിൽ ഒരു 100ന് മൾട്ടിപ്ലൈ ചെയ്താൽ ഞാൻ എന്ത് ചെയ്യണം? ആ ഒരു ഈക്വൽ ടുനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് സൈഡിലും ഒരു ലെഫ്റ്റ് സൈഡിലെ 100നെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റൈറ്റ് സൈഡിലും എന്ത് ചെയ്യണം? ഒരു 100നെ മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് മീൻസ് 0.494949 × 100 എന്ന് പറയുമ്പോൾ എന്താവും? ജസ്റ്റ് 2 പോയിന്റ് ലെഫ്റ്റിലോട്ട് വരും. ദാറ്റ് മീൻസ് 49.4949 എന്നുള്ള രൂപത്തിൽ എന്ത് ചെയ്യും? ആൻസർ വരും. ഓക്കെ ആണല്ലോ. അപ്പൊ 100x എന്താണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു? അവിടുന്ന് ജസ്റ്റ് കണ്ടു. ഓക്കെ, ഇനി നമുക്ക് എന്ത് പറയാൻ പറ്റും? 100x ഈസ് ഈക്വൽ ടു ഈ ഒരു 49.494949 എന്ന് പറയുന്ന ഒരു ഇൻഫിനിറ്റ് വരെ പോകുന്ന വാല്യൂ ഉണ്ടല്ലോ, അതിന് ഞാനൊന്ന് റീറൈറ്റ് ചെയ്യാണ്. എങ്ങനെ? 49 + 0.4949 അങ്ങനെ എന്ത് ചെയ്യാണ്? ആ ഒരു നമ്പർ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ? ഒന്നുമില്ല. ഓക്കെ, 49ഉം പ്ലസ് അതിന് അഡീഷൻ എന്നുള്ള രൂപത്തിൽ 0.494949 എന്നുള്ള രൂപത്തിൽ ഞാൻ എന്ത് ചെയ്തു? നെക്സ്റ്റ് വാല്യൂ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി ജസ്റ്റ് ചിന്തിച്ചു നോക്കുക, എന്താണ് ഈ ഒരു വാല്യൂ? എന്താ ഈ 0.494949 എന്ന് പറഞ്ഞാൽ? ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട്, എക്സ് അല്ലേ? അപ്പൊ അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്താണ്? 100x ഈസ് ഈക്വൽ ടു 49 പ്ലസ് ഈ ഒരു വാല്യൂവിന്റെ പകരം എന്തിട്ട് കൊടുക്കുക? എക്സ് ഇട്ട് കൊടുക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 100x ഈസ് ഈക്വൽ ടു 49 പ്ലസ് എക്സ് എന്നായി. അപ്പൊ പ്ലസ് എക്സ് ഉള്ളത് ലെഫ്റ്റിലോട്ട് വരുന്ന സമയത്ത് എന്താവും? മൈനസ് എക്സ് ആവും. ദാറ്റ് മീൻസ് 100x മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 49. അപ്പോൾ 100x മൈനസ് എക്സ്. ഓക്കെ, 100 തവണ എക്സ് ഉണ്ട്, അതിൽ നിന്ന് ഒരു എക്സ് പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവുക? 99x ആണ്. 99x ഈസ് ഈക്വൽ ടു 49 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു 49 / 99 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക.
അപ്പൊ നമ്മളോട് അവിടെ എന്താ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്? അവിടെ 0.494949 എന്നുള്ള രൂപത്തിൽ ഇൻഫിനിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന റാഷണൽ നമ്പറിനെ നമ്മളോട് എന്തിലേക്ക് മാറ്റാൻ പറയാണ്? ഒരു P/Q ഫോമിലേക്ക്, അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഫ്രാക്ഷൻ ഫോമിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറയാണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് അതിന്റെ ഒരു കൺസെപ്ച്വൽ ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു എക്സാം രൂപത്തിൽ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ, ഒരു എക്സാമിനേഷൻ നിങ്ങളോട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അൾട്ടിമേറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഇത്ര ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് ഒന്നും എഴുതി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇതിന്റെ കൺസെപ്റ്റ് ആണ് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്തത്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആണ് 0.3333 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ ജസ്റ്റ് ഫ്രാക്ഷനിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഇവിടെ ആ ഒരു റിപ്പീറ്റ് ചെയ്ത് പോകുന്ന നമ്പർ ഏതാന്ന് നോക്കുക. 3 മാത്രമാണ്. നേരത്തെ കേസിൽ 4, 9 രണ്ട് നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ 0.333 എന്ന് പറയുന്ന കേസിൽ 3 മാത്രമാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ജസ്റ്റ് ന്യൂമറേറ്ററിൽ 3 ഇടുക, ഡിവൈഡഡ് ബൈ ഒരു നമ്പർ മാത്രമല്ല റിപ്പീറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഒരു തവണ 9 ഇട്ടു. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ആ ഒരു കാര്യം പറയാത്ത എന്താന്ന് വെച്ചാൽ ആ ഒരു രീതിയിലേക്ക് വരുന്നത് എങ്ങനെയാണ്, നമ്മൾ താഴെ എക്സ്പ്ലെയിൻ ചെയ്ത ഈ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ഡിജിറ്റ് മാത്രമാണ് റിപ്പീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മൾ അവിടെ 100x മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? വെറും 10x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അങ്ങനെ നമുക്ക് ബാക്കിയുള്ള സ്റ്റെപ്പുകൾ അതേ രീതിയിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ആൻസർ കിട്ടും. പക്ഷെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഇവിടെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റാൻ പറ്റും. 3/9 എന്ന് പറയുമ്പോൾ അത് 1/3 ആണ്. ജസ്റ്റ് കാൽക്കുലേറ്ററിൽ ഒന്ന് അടിച്ചു നോക്കുക, 1/3ന്റെ വാല്യൂ എത്രയാണ് വരുന്നത് എന്നുള്ളത് നോക്കുക. നിങ്ങൾക്ക് 0.3333 എന്ന് പറയുന്ന ആ ഒരു വാല്യൂ നിങ്ങൾക്ക് അവിടെ കിട്ടും. ഓക്കെ, അപ്പോ ഇനി ഇൻ കേസ് 3 ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യാണ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ 0.497497 എന്നുള്ള രൂപത്തിലാണ് റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ 100x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? 1000x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ബാക്കിയുള്ള പ്രോസസ് ഒക്കെ എന്താണ്? റിയലി സെയിം ആണ്. ഓക്കെ അല്ലേ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ പറയുന്നത്? വാട്ട് ഈസ് ദ എക്സ്പാൻഡഡ് ഫോം ഓഫ് 5.206? 5.206ന്റെ എക്സ്പാൻഡഡ് ഫോം ആണ് നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? 5 എന്ന് പറയുന്നത് 5 × 1 എന്ന് പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് 0.2 ആണ്. 0.2 നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? 0.1 × 2. നെക്സ്റ്റ് 0 ആണ് വരുന്നത്. ദാറ്റ് മീൻസ് 0.01 × 0 ആണ്. ഓക്കെ, നെക്സ്റ്റ് 1. ഇപ്പൊ ജസ്റ്റ് ഇവിടെ ആലോചിച്ച് നോക്കുക. ഫസ്റ്റ് യൂണിറ്റ് ഡിജിറ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് 0.1 ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് 0.01 വന്നു. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് 0.001 വരും ഇൻറ്റു 6 ആണ് വരും അല്ലേ? ലാസ്റ്റ് 1 ആണെങ്കിൽ 5 × 1 എത്രയാണ്? 5 ആണ്. പ്ലസ് 0.1 × 2 0.2 ആണ്. പ്ലസ് ഈ ഒരു വാല്യൂ എന്തായിട്ട് മാറും? ഈ ഒരു വാല്യൂ 0 ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എഴുതേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് 0.001 × 6 എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എത്രയായിട്ട് മാറും? 0.006 ആയിട്ട് മാറും. ഇതാണ് അതിന്റെ എക്സ്പാൻഡഡ് ഫോം എന്ന് പറയുന്നത്. എക്സ്പാൻഡഡ് ഫോം ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ ഓരോ ഓപ്ഷൻസിൽ നോക്കാം. ഏതായിരിക്കും നമ്മുടെ ആൻസർ വരിക? ഓപ്ഷൻ എ ആയിരിക്കോ? 5 + 2 + 0 + 6 ഒരിക്കലും അല്ല. നെക്സ്റ്റ് ഓപ്ഷൻ ബി നോക്കുക. 5 + 0.2 + 0.06 നമുക്ക് 0.006 വരണം. ആ രീതിയിൽ ഓപ്ഷൻ ബിയും അല്ല നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി നോക്കുക. 5 + 0.2 + 0.006 ആ രീതിയിൽ നോക്കുമ്പോൾ ഓപ്ഷൻ സി ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അവിടെ ഓപ്ഷൻ ഡിയിൽ നോക്കുന്ന സമയത്ത് 0.006 ഒക്കെ തന്നെയാണ്. പക്ഷെ ഓപ്ഷൻ ബിയിൽ നോക്കുന്ന സമയത്ത് അവിടെ 0.02 ആണ് വരുന്നത്. നമുക്ക് ആക്ച്വലി 0.2 മതി. അവിടെ ഒരു 0 വേണ്ട, എക്സ്ട്രാ 0 വേണ്ട ആവശ്യമില്ല. അതായത് ഈ ഒരു 0 നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വേണ്ട ആവശ്യം ഇല്ല. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മനസ്സിലാവും. ഓക്കെ ആണല്ലോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വൺ നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് നമ്പർ ഈസ് ഈക്വൽ ടു 0.1 ഡിവൈഡഡ് ബൈ 0.01 പ്ലസ് 0.01 ഡിവൈഡഡ് ബൈ 0.1? ഓക്കെ, നമുക്കത് ജസ്റ്റ് ഒന്ന് താഴേക്ക് എഴുതാം. ഓക്കെ, നമുക്കതൊന്ന് ജസ്റ്റ് താഴേക്ക് എഴുതാം. 0.1 ഡിവൈഡഡ് ബൈ 0.01 പ്ലസ് 0.01 ഡിവൈഡഡ് ബൈ 0.1 ഇതാണ് നമുക്ക് വരുന്ന വാല്യൂ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് 0.1 ആണ്. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് 0.01 ആണ്. നമ്മൾ ആദ്യം ഇതിനെന്ത് ചെയ്യുക? ഇതിനോട് തുല്യമാക്കുക. ഓക്കെ, അതിന് തുല്യമാക്കാൻ വേണ്ടിയിട്ട് ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? താഴെ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ താഴെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ഫ്രാക്ഷന്റെ മുകളിലും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ആ ഒരു ഫ്രാക്ഷന്റെ വാല്യൂ ചേഞ്ച് ആവാതിരിക്കുള്ളൂ. ഒരു ഫ്രാക്ഷൻ എടുത്ത് എക്സാമ്പിൾ ആയിട്ട് ഞാൻ 2/3 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ എടുത്തു.
ഞാൻ താഴെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുകളിലും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ ഒരു ഫ്രാക്ഷന്റെ വാല്യൂ ചേഞ്ച് ആവാതിരിക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു ഫ്രാക്ഷന്റെ വാല്യൂ ചേഞ്ച് ആയിട്ട് മാറും. നമ്മൾ ഒരു ഭാഗത്ത് മാത്രം എന്ത് ചെയ്യരുത്, ജസ്റ്റ് വെറുതെ മൾട്ടിപ്ലൈ ചെയ്യരുത്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നോക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യാണ്, മുകളിലും അതുപോലെ തന്നെ താഴെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പൊ നമുക്ക് ഏത് രീതിയിൽ മാറും, 0.1 into 10 എത്രയാണ്, 1 തന്നെയാണ് അല്ലെ. 0.1 into 10 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. ഡിവൈഡഡ് ബൈ 0.01 into 10 എന്ത് ചെയ്യുക, ഒരു സീറോ ജസ്റ്റ് മാറ്റി കൊടുക്കുക. ദാറ്റ് മീൻസ് 0.1 വന്നു പ്ലസ് 0.01 അതുപോലെ തന്നെ ഡിവൈഡ് ബൈ 0.1. അപ്പൊ രണ്ട് സ്ഥലത്തും എന്ത് ചെയ്തു, ഡിനോമിനേറ്റർ ഈക്വൽ ആയല്ലോ, ഡിനോമിനേറ്റർ ഈക്വൽ ആയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ മാറ്റി എഴുതാൻ വേണ്ടി പറ്റും, 1 പ്ലസ് 0.01 ഹോൾ ഡിവൈഡഡ് ബൈ 0.1. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ റീറൈറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി ജസ്റ്റ് നോക്കാം, 1 പ്ലസ് 0.01 എത്രയാണ്, 1.01 ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ 0.1 ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, താഴ്ഭാഗത്ത് നമുക്ക് 0.1 ആണുള്ളത്, അത് നമുക്ക് 1 ആക്കിയിട്ട് മാറ്റണം. 0.1നെ 1 ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, തീർച്ചയായിട്ടും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. താഴെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മുകളിലും എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് സൈഡിലും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 1.01 എന്തായിട്ട് മാറും, 1.01 എന്നുള്ളത് 10.1 ആയിട്ട് മാറും. ഡിവൈഡഡ് ബൈ 0.1 into 10 എന്ന് പറയുന്നത് 1 ആയിട്ട് മാറും. അൾട്ടിമേറ്റ്ലി നമുക്ക് ആൻസർ എന്തായിട്ട് വരും, 10.01 ഡിവൈഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ 10.1 തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. 10.1 ഓപ്ഷൻ എ ആണ് നമുക്ക് അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്രാക്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അതായത് ഫ്രാക്ഷനിൽ നമുക്ക് മുകളിലും ന്യൂമറേറ്ററിലും അതുപോലെ തന്നെ താഴെയൊക്കെ, അതായത് ഡിനോമിനേറ്ററിലൊക്കെ തന്നെ നമുക്ക് ഡെസിമൽ വാല്യൂസ് കൊടുത്തിട്ട് കൃത്യമായിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ കൃത്യമായിട്ട് ഒരു കാര്യം പഠിക്കുക, അതായത് നമ്മളൊരു ഫ്രാക്ഷന്റെ മുകളിലൊരു ടേമിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫ്രാക്ഷനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട്, അതായത് മുൻപേ ഉള്ള ഫ്രാക്ഷനോട് സമമാക്കാൻ വേണ്ടിയിട്ട് താഴെയും ഡിനോമിനേറ്ററിലും കൃത്യമായിട്ട് ആ ഒരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ഓപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് ഏത് രീതിയിലും മാത്തമാറ്റിക്കൽ ഇറേഴ്സ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ആൻസർ കണ്ടെത്താൻ വേണ്ടി പറ്റും. എന്തായാലും അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് 10.1 തന്നെയാണ് അവിടെ എന്ത് കിട്ടുക, ആൻസർ കിട്ടുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണ്, വിച്ച് ഈസ് ദ ഗ്രേറ്റസ്റ്റ് എമംഗ് ദി ഫോളോയിങ്. താഴെ തന്നിരിക്കുന്ന നമ്പേഴ്സിൽ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഏതാണെന്നുള്ളതാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ പല സ്റ്റുഡൻസും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ആയിട്ട് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 0.89 ആണ്, സെക്കൻഡ് ഓപ്ഷൻ 0.9 ആണ്, തേർഡ് ഓപ്ഷൻ 0.789 ആണ്, ഫോർത്ത് ഓപ്ഷൻ എന്ന് പറയുന്നത് 0.809 ആണ്. അവരെന്ത് ചെയ്യും, കൃത്യമായിട്ട് ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മൾ എന്ത് ചെയ്യാണ്, ഡെസിമലിന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കാണ്. ഡെസിമലിന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുന്ന സമയത്ത് എല്ലാ ഓപ്ഷനിലും എന്ത് തന്നെയാണ്, 0 ആണ് ലെഫ്റ്റ് സൈഡിൽ വരുന്നത്. ദാറ്റ് മീൻസ് ആ ഡെസിമലിന്റെ ലെഫ്റ്റ് സൈഡ് മാത്രം നോക്കിയിട്ട് ഏതാണ് ബിഗ്ഗർ നമ്പർ ഏതാണ് സ്മോളർ നമ്പർ എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഡെസിമലിന് തൊട്ട് റൈറ്റിലുള്ള നമ്പർ എല്ലാത്തിന്റെയും ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാം. ഓക്കെ, ഡെസിമലിന് തൊട്ട് റൈറ്റിലുള്ളത് 0.8 ആണ്, അത് ഫസ്റ്റത്തെ നമ്പർ 8 ആണ്, ഇവിടെ 9 ആണ്, 7 ആണ്, 8 ആണ്. ഏറ്റവും ബിഗ്ഗർ ഏതാ, ഇതാണ് ഏറ്റവും ബിഗ്ഗർ. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 0.9 ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു നമ്പറിൽ ഏറ്റവും ബിഗ്ഗർ ഏതാണോ അതായിരിക്കും നമ്മുടെ ആൻസർ. ഇനി ജസ്റ്റ് വേറൊരു കാര്യം ഞാൻ ചോദിക്കാം, ഇപ്പൊ 0.89 ഉണ്ട്, അതുപോലെ തന്നെ 0.809 ഉണ്ട്, ഇതിലേതാ ബിഗ്ഗർ വരാം? ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ 0 രണ്ടിലും സെയിം ആണ്, നെക്സ്റ്റ് 8ഉം രണ്ടും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഡിജിറ്റ് നോക്കുക, നെക്സ്റ്റ് ഡിജിറ്റ് ഇവിടെ 9 വന്നു, ഇവിടെ 0 വന്നു. ദാറ്റ് മീൻസ് ഇതായിരിക്കും എന്ത് ചെയ്യുക, ബിഗ്ഗർ നമ്പർ ആയിട്ട് വരുന്നുണ്ടാവുക. ഇനി വേറെ രീതിയിലും നമുക്ക് ഈ ഒരു ക്വസ്റ്റിനെ മനസ്സിലാക്കാം. അതായത് ഈ ഒരു ഡെസിമലിനെ നമുക്ക് ഏത് രൂപത്തിൽ മാറ്റി എഴുതാം. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഏറ്റവും മാക്സിമം ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര നമ്പേഴ്സ് ആണുള്ളത് നോക്കുക. അപ്പൊ ഈ ഒരു ഓപ്ഷനിൽ ഡെസിമൽ കഴിഞ്ഞിട്ട് 3 നമ്പേഴ്സ് ആണുള്ളത്. ഈ ഒരു നമ്പറിലും നമുക്ക് എന്താണ്, ഡെസിമൽ കഴിഞ്ഞിട്ട് 3 ഡിജിറ്റ്സ് ആണ് നമുക്കുള്ളത്. അപ്പൊ അതേ രീതിയിൽ എല്ലാത്തിനെയും മാറ്റി എഴുതാം. ഇതിനെങ്ങനെ അതേ രീതിയിൽ മാറ്റി എഴുതാം, 0.89 ഒരു 0 എക്സ്ട്രാ ഇട്ട് കൊടുക്കുക, 0 എക്സ്ട്രാ ഇട്ടു എന്ന് കരുതിയിട്ട് വാല്യൂ യാതൊരുവിധ ചേഞ്ചും സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യാം, 0.900 എന്നാക്കുക. കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ ഇവിടെ 0.789 എന്നാക്കുക, 0.809 എന്ന് നോക്കുക. ഓക്കെ, അതൊക്കെ ഈ രണ്ടെണ്ണം ലാസ്റ്റ് രണ്ടെണ്ണം എന്താണ് സെയിം അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തത്, അവിടെ നിലനിർത്തിയത്. ബാക്കിയുള്ളത് നമ്മൾ ജസ്റ്റ് ഒരു 0 ഇട്ട് കൊടുത്തു, കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാനാണ്. ഇനി നിങ്ങൾ നോക്കുക 900 അല്ല 900 നമുക്ക് പറയാൻ പാടില്ല, 0.900 ആ ഒരു വാല്യൂ ആണ് തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും ബിഗ്ഗർ ആയിട്ട് വരിക. ദാറ്റ് മീൻസ് ഓപ്ഷൻ ബി ആണ് അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടൈം ആൻഡ് വർക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം,
A can complete a work in 3 days. B can complete the same work in 6 days. How many days will they take to finish the work together? അപ്പോൾ ഒരു വർക്ക് ഉണ്ട്, എക്ക് ആ ഒരു വർക്ക് തീർക്കാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് 3 days എടുക്കും. അതുപോലെ തന്നെ ബിക്ക് ആ ഒരു വർക്ക് തീർക്കാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് 6 days എടുക്കും. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ഡേയ്സ് വിൽ ദേ ടേക്ക് ടു ഫിനിഷ് ദ വർക്ക് ടുഗദർ? രണ്ട് പേരും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വർക്ക് തീർക്കാൻ വേണ്ടിയിട്ട് എത്ര ദിവസം എടുക്കും എന്നുള്ളതാണ്. അപ്പോൾ സിമ്പിളായിട്ട് കാര്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ചിന്തിക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു വർക്ക് ഉണ്ട്, എക്കായി ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് 3 days എടുക്കും, ബിക്കാണെങ്കിൽ 6 days എടുക്കും. രണ്ടുപേരും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഇതൊക്കെ ഇൻഡിവിജ്വലി വർക്ക് ചെയ്യുമ്പോഴുള്ള ഡേയ്സ് ആണ് പറഞ്ഞത്, അതൊക്കെ 3ഉം അതുപോലെ തന്നെ 6ഉം. ഇപ്പൊ നിങ്ങൾക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും, ഇപ്പൊ എ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് 3 daysഉം അതുപോലെ തന്നെ ബി ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് 6 days ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും അവർ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ അതിനേക്കാളും കുറച്ച് സമയം എടുക്കുള്ളൂ അല്ലേ. നമ്മൾ രണ്ടുപേരും അല്ലെങ്കിൽ ഒരു ടീമായിട്ട് എഫേർട്ട് ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കൂട്ടമായിട്ട് എഫേർട്ട് ഇടുന്ന സമയത്ത് നമുക്ക് കുറച്ച് ടൈം കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു വർക്ക് തീർക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു സെയിം ഐഡിയ തന്നെയാണ് നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നത്, ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനെ നമുക്ക് എങ്ങനെ അറ്റൻഡ് ചെയ്യാം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ രണ്ട് രീതിയിലാണ് നമുക്ക് മെയിൻ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ കഴിയുക. ഒന്ന് അൽജിബ്രായിക് വേ ആണ്, രണ്ടാമത്തത് നമുക്ക് LCM മെത്തേഡാണ്. ഈ രണ്ട് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ബട്ട് ചില ടൈം ആൻഡ് വർക്ക് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമുക്ക് LCM മെത്തേഡ് ആയിരിക്കും ഈസി. അപ്പോൾ ആ ഒരു മെത്തേഡ് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, പഠിച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ അവർ രണ്ടുപേരും കൂടി ആ ഒരു വർക്ക് എത്ര ദിവസം കൊണ്ട് തീർക്കുന്നതാണ് നമുക്ക് കാണേണ്ടത്. ഇപ്പോൾ ജസ്റ്റ് 1/x കൊടുക്കുക, എക്സിന്റെ വാല്യൂ കണ്ടെത്തി കഴിഞ്ഞാൽ എന്തായി, നമ്മുടെ ആൻസർ ആയി. ഇത് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 6 6 ആണ്, പ്ലസ് 1 × 3 3 ആണ്, ഡിവൈഡ് ബൈ 3 × 6 is equal to 1/x. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇവിടെ ചെയ്യാം. 6 + 3 എന്ന് പറയുന്നത് 9 ആണ്, ഡിവൈഡ് ബൈ 3 × 6 എന്ന് പറയുന്നത് 18 ആണ്, is equal to 1/x. ഓക്കെ, നെക്സ്റ്റ് വൺ, നമുക്ക് ഈ ഒരു എക്സിനെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. കാരണം നമുക്ക് x is equal to എന്നുള്ള രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇക്വേഷൻ കിട്ടണം. അപ്പോൾ 9x ഡിവൈഡഡ് ബൈ 18 is equal to 1 എന്ന് കിട്ടി. എന്ത് ചെയ്തു, ഈ ഒരു 18 ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യപ്പെട്ട ഡിവൈഡഡ് ബൈ 18 ആണ്, ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്താവും, മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പോൾ 9x is equal to 18 × 1 is equal to 18 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ x is equal to 9 × x ആയിരുന്നു, അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 9 ആവും. ദാറ്റ് മീൻസ് 18 ഡിവൈഡഡ് ബൈ 9 ഈക്വൽ ടു 2 ആണ്. ദാറ്റ് മീൻസ് 2 days കൊണ്ട് അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ജോബ് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഓപ്ഷൻ എ 2 എന്നുള്ളതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെയ്തത് അൽജിബ്രായിക് വേ ആണ്, അതായത് 1/a + 1/b = 1/x എന്നുള്ള രൂപത്തിൽ അൽജിബ്രായിക് വേ ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ്ലി ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ്. അതായത് ഒരു ദിവസം 1/3 ഓഫ് വർക്ക് തീർക്കും, അതുപോലെ തന്നെ ബി ആണെങ്കിൽ ഒരു ദിവസം 1/6 വർക്ക് തീർക്കും. അത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ രണ്ടുപേരും കൂടി ഒരു ദിവസം ചെയ്യുന്ന വർക്ക് നമുക്ക് അവിടെ കിട്ടും. ആ രീതിയിലാണ് നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇപ്പോൾ ഡയറക്റ്റ്ലി നിങ്ങളോട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റ് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സാം സിനാരിയോയിൽ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഡയറക്റ്റ്ലി ഒരു ഇക്വേഷൻ അറിയുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി അത് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഇത് നമ്മൾ ഡയറക്റ്റ്ലി എന്ത് ചെയ്യാണ്, ഒരു ഇക്വേഷൻ രൂപത്തിലേക്ക് മാറ്റാണ്. അപ്പോൾ ജസ്റ്റ് ഞാനിവിടെ ജസ്റ്റ് എഴുതാം എന്താണ് നമ്മുടെ ഇക്വേഷൻ എന്നുള്ളത്. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ വരുന്നത് x is equal to ab ഡിവൈഡ് ബൈ a + b. നമ്മളിപ്പോൾ ചെയ്ത മെത്തേഡ് എന്താണോ സെയിം കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനേക്കാളും സ്റ്റെപ്പ് കുറച്ച് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മെത്തേഡ് സെയിം ആണ്, കാര്യങ്ങൾ ചെയ്യുന്നത് സെയിം ആണ്. ഓക്കെ, അപ്പോൾ അത് ഡയറക്റ്റ്ലി നമ്മൾ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കൺസെപ്റ്റ് കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഈവൻ എക്സാമിൽ ഉപയോഗിക്കുകയാണെങ്കിൽ പോലും ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ ബാക്കിലുള്ള കൺസെപ്റ്റ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്നത് എന്താണ്, എ എടുക്കുന്ന നമ്പർ ഓഫ് ഡേയ്സ് ആണ്, ദാറ്റ് മീൻസ് 3 ആണ്. ബി എന്ന് പറയുന്നത് ബി എടുക്കുന്ന നമ്പർ ഓഫ് ഡേയ്സ് ആണ്, ദാറ്റ് മീൻസ് 6 ആണ്. ഡിവൈഡ് ബൈ എന്റെ വാല്യൂ 3 ആണ്, പ്ലസ് ബി എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, 3 × 6 18 ആണ്, ഡിവൈഡ് ബൈ 3 + 6 എന്ന് പറയുന്നത് 9 ആണ്. 18 ഡിവൈഡ് ബൈ 9 ഈക്വൽ ടു 2 days ആണ്. നമുക്ക് അവിടെ എന്ത് ചെയ്യുക, റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ ഓൾറെഡി നമ്മൾ നേരത്തെ ആൻസർ കണ്ടെത്തിയതാണ്. അതിനേക്കാളും എത്ര ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഇവിടെ ആൻസർ കണ്ടെത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഇത് LCM മെത്തേഡിൽ ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ എങ്ങനെ അറ്റൻഡ് ചെയ്യാം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് A 3 days കൊണ്ട് ആ ഒരു വർക്ക് തീർക്കും, ബി ആണെങ്കിൽ 6 days കൊണ്ടാണ് ആ ഒരു വർക്ക് എന്ത് ചെയ്യാം, തീർക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, 6ൻ്റെയും അതുപോലെ തന്നെ 3ൻ്റെയും LCM എടുക്കാം. ഓക്കെ, 3ൻ്റെയും 6ൻ്റെയും LCM എന്ന് പറയുന്നത് എത്രയാണ്, തന്നെയാണ് 6 യൂണിറ്റ്സ് ആണ് ടോട്ടൽ വർക്ക് എന്ന് നമ്മൾ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യാം. അതായത് ഞാൻ ഒന്നുകൂടി താഴേക്ക് ഇറങ്ങാം. 6 യൂണിറ്റ് ആണ് ടോട്ടൽ വർക്ക് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ചിന്തിച്ചോ, ഏറ്റവും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു പ്ലേസ് ഉണ്ട്, ഇവിടെ ഈ പ്ലേസിൽ 6 ബ്രിക്സ് ഉണ്ട്. 6 ബ്രിക്സ് ഉണ്ട്, 6 യൂണിറ്റിന് പകരം 6 ബ്രിക്സ്. നമ്മുടെ
ഇഷ്ടിക കൺസിഡർ ചെയ്തു. ഈ 6 ബ്രിക്സ് എന്ത് ചെയ്യണം, എനിക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടേ വെക്കണം, ഈ ഒരു പ്ലേസിലേക്ക് കൊണ്ടേ വെക്കണം. അതാണ് നമ്മുടെ വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ എൻ്റെ കയ്യിലുള്ള ഓരോ യൂണിറ്റും ഞാൻ ഓരോ ബ്രിക്സ് ആക്കിയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ജസ്റ്റ് ചിന്തിച്ച് നോക്കുക, എ എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ ഒരു 6 ബ്രിക്ക് കൊണ്ടിടാൻ വേണ്ടിയിട്ട് 3 ദിവസം വേണം. എ എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ 6 ബ്രിക്ക് കൊണ്ടിടാൻ വേണ്ടിയിട്ട് 3 ദിവസം വേണം. ദാറ്റ് മീൻസ് എ എന്ന് പറയുന്ന വ്യക്തി ഓരോ ദിവസവും എത്ര ബ്രിക്ക് കൊണ്ടിടുന്നുണ്ടാവും? 2 ബ്രിക്സ് കൊണ്ടിടുന്നുണ്ടാവും. അപ്പൊ 3 into 2 ഓൾമോസ്റ്റ് 6 ബ്രിക്ക് ആയി. ഓക്കെ, അപ്പൊ 2 യൂണിറ്റ്സ് അല്ലെങ്കിൽ 2 ബ്രിക്സ് പെർ ഡേ എന്ത് ചെയ്യുന്നുണ്ടാവും? എ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബിന്റെ കേസിലോ? ഓക്കെ, ബിക്കാർ വർക്ക് തീർക്കാൻ വേണ്ടിയിട്ട് 6 ഡേ വേണം. ദാറ്റ് മീൻസ് ഓരോ ദിവസവും ഓരോ ബ്രിക്ക്, ഓരോ ദിവസവും ഓരോ ബ്രിക്ക്, 1 into 6 ടോട്ടൽ 6 യൂണിറ്റ് അല്ലെങ്കിൽ 6 ബ്രിക്സ്. അപ്പോൾ 1 യൂണിറ്റ് പെർ ഡേ, 1 യൂണിറ്റ് പെർ ഡേ. ഓക്കെ, ഇനി നോക്കുക, എ എന്ന് പറയുന്ന വ്യക്തി ഒരു ദിവസം 2 യൂണിറ്റ് വർക്ക് ചെയ്യും. ഓക്കെ ആണല്ലോ, എ എന്ന് പറയുന്ന വ്യക്തി ഒരു ദിവസം 2 യൂണിറ്റ് വർക്ക് ചെയ്യും. ബി എന്ന് പറയുന്ന വ്യക്തി 1 യൂണിറ്റ്, ഇനി യൂണിറ്റ് അല്ലാന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന വ്യക്തി 2 ബ്രിക്ക് ഒരു ദിവസം കൊണ്ടേ വെക്കും. ബി എന്ന വ്യക്തി ഒരു ബ്രിക്കാണ് എന്ത് ചെയ്യുക, ഒരു ദിവസം കൊണ്ടേ വെക്കുക. അപ്പൊ അൾട്ടിമേറ്റ്ലി എ പ്ലസ് ബി രണ്ട് പേരും കൂടി ഒരു ദിവസം എത്ര യൂണിറ്റ് കൊണ്ടേ വെക്കും, അല്ലെങ്കിൽ എത്ര ബ്രിക്ക് കൊണ്ടേ വെക്കും? 3 ബ്രിക്സ് കൊണ്ടേ വെക്കൂലേ? 3 യൂണിറ്റ് പെർ ഡേ എന്ന് കൊടുക്കുക, 3 യൂണിറ്റ്സ് പെർ ഡേ. ഓക്കെ, അപ്പോ ഇനി ജസ്റ്റ് ചിന്തിച്ചു നോക്കാം, നമുക്ക് ടോട്ടൽ യൂണിറ്റ് ഉള്ളത് 6 ആണ്. 6 ഡിവൈഡ് ബൈ ഇവർ ഒരു ദിവസം കൊണ്ടേ വെക്കുന്നത് 3 ആണ്. അപ്പോൾ ടോട്ടൽ ഡിവൈഡ് ബൈ ഒരു ദിവസം കൊണ്ടേ വെക്കുന്ന ആ ഒരു ഡിവിഷൻ നടത്തി കഴിഞ്ഞാൽ എത്ര ഡേ ആണ് ഈ ഒരു വർക്ക് ഉണ്ടാവുക എന്നുള്ള ഒരു ആൻസർ നമുക്ക് എന്ത് ചെയ്യും? തീർച്ചയായിട്ടും കിട്ടും. ദാറ്റ് മീൻസ് 6 ഡിവൈഡ് ബൈ 3 ഈക്വൽ ടു 2 ഡേയ്സ് എന്നുള്ളൊരു ആൻസർ നമുക്ക് എന്ത് ചെയ്യും? അവിടെ നിന്ന് വളരെ ഈസി ആയിട്ട് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ടൈം ആൻഡ് വർക്കിൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റ് അറിയാമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റൻ ഈസ് ഹിയർ. എ ക്യാൻ ഡു എ ജോബ് ഇൻ 10 days. ഓക്കെ, എക്ക് ആ ഒരു വർക്ക് തീർക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഡേയ്സ് ആണ് 10 days. ബി ഈസ് ട്വൈസ് ആസ് ഫാസ്റ്റ് ആസ് എ. ഓക്കെ, ഇൻ ഹൗ മെനി ഡേയ്സ് വിൽ ബി ഫിനിഷ് ദ സെയിം ജോബ്? അപ്പൊ അവിടെ എഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു പുതിയ വേർഡ് കടന്നു വരികയാണ്. ഓക്കെ, എഫിഷ്യൻസി അല്ലെങ്കിൽ കപ്പാസിറ്റി എന്നൊക്കെ ചില ക്വസ്റ്റ്യനുകൾ ഉപയോഗിക്കാറുണ്ട്. അതായത് ഇവിടെ പറയുന്നത് എ ഒരു വർക്ക് തീർക്കാൻ വേണ്ടിയിട്ട് 10 days എടുക്കുകയാണ്. ബിന്റെ കേസിലാണെങ്കിലോ ബി ഡബിൾ എഫിഷ്യന്റ് ആണ്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എ ഒരു ദിവസം ഒരു 1 യൂണിറ്റ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ബി ഒരു ദിവസം എത്ര യൂണിറ്റ് വർക്ക് ചെയ്യും? ഡബിൾ വർക്ക് ചെയ്യും അല്ലെ? ഡബിൾ എഫിഷ്യന്റ് ആണെന്ന് പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് 2 യൂണിറ്റ്സ് വർക്ക് ചെയ്യും. അപ്പൊ ജസ്റ്റ് ചിന്തിച്ച് നോക്കുക, ടോട്ടൽ 10 days ആണ് എ വർക്ക് ചെയ്യുന്നത്. ഓരോ ദിവസവും എന്ത് ചെയ്യുന്നുണ്ട്? 1 യൂണിറ്റ് ചെയ്യുന്നുണ്ട്. നേരത്തെ കേസിലോട്ട് പോവാം. 10 days ആണ് എ വർക്ക് ചെയ്യുന്നത്. ഓരോ ദിവസവും ഒരു ബ്രിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടിടുന്നുണ്ട്. ദാറ്റ് മീൻസ് 10 into 1 ടോട്ടൽ 10 ബ്രിക്ക് അല്ലേ അവിടെ ഉണ്ടാവുക? ടോട്ടൽ 10 ബ്രിക്സ് അല്ലേ ഉണ്ടാവുക? അപ്പൊ ടോട്ടൽ 10 ബ്രിക്സ് ഉണ്ട്. ബി ഓരോ ദിവസവും എത്ര ബ്രിക്സ് കൊണ്ടിടും അല്ലെങ്കിൽ എത്ര യൂണിറ്റ് വർക്ക് ചെയ്യും? 2 യൂണിറ്റ് ചെയ്യും. അപ്പൊ ബിക്ക് എത്ര ടൈം എടുക്കും? ടോട്ടൽ 10 divided by 2. ദാറ്റ് മീൻസ് ഇവിടെ നോക്കുക, ബി ഒരു ദിവസം 2 യൂണിറ്റ് വർക്ക് ചെയ്യും, അതായത് എന്റെ ഇരട്ടി. അങ്ങനെയാണെങ്കിൽ ബിക്ക് ഓൾമോസ്റ്റ് എത്ര ഡേയ്സ് എടുക്കും? ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 10 ബ്രിക്ക് ആണെങ്കിൽ 10 യൂണിറ്റ് ആണ്. 10 divided by 2, ദാറ്റ് മീൻസ് 5 days എടുക്കും. 5 days എടുക്കും. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ജസ്റ്റ് ചിന്തിച്ച് നോക്കുക, ഇവിടെ എഫിഷ്യൻസി ഡബിൾ ആവുന്നതിനനുസരിച്ച് ടൈം എന്താവും? കുറയും. അപ്പൊ ജസ്റ്റ് ടൈം സ്പീഡിൽ നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ചിന്തിച്ച് നോക്കുക, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ ട്രാവൽ ചെയ്യാണ്. അപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് പോകുന്ന സമയത്ത് നമുക്ക് കുറച്ച് സമയം എടുക്കുള്ളൂ. വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ പോവാണ്, അപ്പോൾ കുറച്ച് സമയം എടുക്കുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് കുറേ വർക്കുകൾ നമ്മൾ വേഗം ചെയ്ത് തീർക്കുകയാണെങ്കിൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ കൂടുതൽ വർക്ക് എന്ത് ചെയ്യാൻ പറ്റും? തീർക്കാൻ പറ്റും. അതേ സെയിം ഐഡിയ ആണ്. നമുക്ക് ഒന്നുകൂടി ഒരു തിയററ്റിക്കലി രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എഫിഷ്യൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് എന്ത് ചെയ്യാം? ജസ്റ്റ് ഓർത്ത് വെക്കുക, എഫിഷ്യൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം. അതായത് എഫിഷ്യൻസി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ എന്താ? എഫിഷ്യൻസി കൂടുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന സമയം കുറയും, അല്ലാന്നുണ്ടെങ്കിൽ സമയം കൂടുന്ന സമയത്ത് നമ്മുടെ എഫിഷ്യൻസി എന്ത് ചെയ്യും? കുറയും. അപ്പൊ ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയും. അതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഒന്ന് കൂടുമ്പോൾ മറ്റേതും കൂടുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ, ബി ആൻഡ് സി ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 3, 4 and 6 days റെസ്പെക്റ്റീവ്ലി. ഇപ്പൊ എ, ബി, സി അവർക്ക് മൂന്നാക്കും ഒരു പീസ് ഓഫ് വർക്ക് തീർക്കാൻ വേണ്ടിയിട്ട് എക്കാണെങ്കിൽ 3 ഡേ എടുക്കും, ബിക്കാണെങ്കിൽ 4 ഡേ എടുക്കും, സിക്കാണെങ്കിൽ 6 ഡേ എടുക്കും. അങ്ങനെയാണെങ്കിൽ ദ റേഷ്യോ ഓഫ് ദെയർ കപ്പാസിറ്റി. ഇപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് എന്താ?
ടൈമിനെ കുറിച്ചുള്ള ഡാറ്റയാണ്, അവരെടുക്കുന്ന സമയത്തെക്കുറിച്ചാണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ എഫിഷ്യൻസിനെ കുറിച്ചുള്ള ഡാറ്റയാണ് നമ്മളോട് എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. നമുക്ക് ഓൾറെഡി ഒരു കാര്യം അറിയാം, ടൈമും അതുപോലെ തന്നെ എഫിഷ്യൻസിയും എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് ടൈം കൂടുന്നതിനനുസരിച്ച് എഫിഷ്യൻസി കുറയും, എഫിഷ്യൻസി കൂടുന്നതിനനുസരിച്ച് ടൈം കുറയും. അപ്പോൾ പല സ്റ്റുഡൻസും ഇങ്ങനെയുള്ള കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസിൽ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് കണ്ടിട്ടുള്ളത്, അതായത് ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഞാൻ വേറൊരു കേസ് എടുക്കാം, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മിസ്റ്റേക്കിലോട്ട് വരാം. എക്സാമ്പിൾ ആയിട്ട് ഇവിടെ സി ഇല്ല എന്ന് വിചാരിക്കാം, എയും ബിയും മാത്രമേ ഉള്ളൂ. എ ഒരു വർക്ക് തീർക്കാൻ വേണ്ടിയിട്ട് 3 ഡേ എടുക്കും, ബി ഒരു വർക്ക് തീർക്കാൻ വേണ്ടിയിട്ട് 4 ഡേ എടുക്കും. ഓക്കെ, അപ്പൊ അവരുടെ ടൈമിന്റെ റേഷ്യോ, അതായത് എൻ്റെയും ബിന്റെയും ടൈമിന്റെ റേഷ്യോ 3:4 ആണ്. അതായത് എ 3 ഡേ എടുക്കും, ബി 4 ഡേ എടുക്കും. അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസിന്റെ റേഷ്യോ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, 4:3. അപ്പോൾ പലർക്കും ഈ ഒരു കൺസെപ്റ്റ് അറിയുന്നുണ്ടാവും, അതായത് നേരെ ഓപ്പോസിറ്റ് എടുക്കലാണ് എന്നുള്ള. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇവിടെ ഈ സീൻ്റെ ഡാറ്റയും കൂടി വരുന്ന സമയത്ത് അവർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, സീൻ്റെ ഡാറ്റയും കൂടി വന്നു, അപ്പോൾ സി ഓൾമോസ്റ്റ് 6 ഡേ ആണ് എടുക്കുന്നത്. അപ്പോൾ അവർ A:B:C, അത് നമുക്ക് എന്ത് ചെയ്യാം, ടൈം എഴുതാം. ടൈമിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എൻ്റെത് 3 ആണ്, നമുക്ക് ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബിൻ്റെത് 4 ആണ്, അങ്ങനെയാണെങ്കിൽ സിൻ്റെത് 6 ആണ്. അപ്പോൾ ഓർക്ക് അറിയാം എന്താണ് ഓപ്പോസിറ്റ് ആണ് എന്ത് ചെയ്യുക, എഫിഷ്യൻസി എടുക്കുമ്പോൾ വരിക. അപ്പോൾ ഡയറക്റ്റ്ലി എന്ത് ചെയ്യും, നേരെ തിരിച്ചെഴുതും, 6:4:3 എന്ന് എഴുതും. അബ്സല്യൂട്ട്ലി എന്താണ്, തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ 1/3:1/4:1/6 ആണ് വരിക. 1/3:1/4:1/6 ആണ് നമുക്ക് വരിക. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യണം, ഇതിപ്പോൾ ഒരു ഫ്രാക്ഷൻ രൂപത്തിലാണ് നമുക്ക് റേഷ്യോ ഉള്ളത്. 1/3:1/4:1/6 എന്നുള്ള രൂപത്തിലാണ്. നമുക്കതൊരു വോൾ നമ്പറിലേക്ക് മാറ്റണം. വോൾ നമ്പറിലേക്ക് മാറ്റണമെങ്കിൽ വളരെ സിമ്പിൾ ആണ്. ഇവിടെ 3ഉം 4ഉം അതുപോലെ തന്നെ 6ഉം അല്ലേ, 3ഉം 4ഉം 6ഉം. ഇതിന്റെ LCM എത്രയാണ്? LCM ഓഫ് 3, 4, 6. ഇതിന് മൂന്നിനെയും LCM എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ 3 ടൈമിനെയും 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെയും 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇവിടെയും 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇവിടെയും 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ താഴെയും 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് നിർബന്ധമില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ റേഷ്യോ ആണ്. റേഷ്യോ ആയതുകൊണ്ട് തന്നെ അവിടെ കൃത്യമായിട്ട് എല്ലാത്തിലും നമുക്ക് എന്ത് ചെയ്യാം, കോമൺ ആയിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഒരു ഫ്രാക്ഷന് മുകളിൽ ഒരു ടൈമിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് താഴെയും മൾട്ടിപ്ലൈ ചെയ്യണം. അത് നോർമൽ ഫ്രാക്ഷൻ മാത്രമുള്ള സമയത്താണ്. ഇവിടെ റേഷ്യോ ആണ്. കൃത്യമായിട്ട് എന്ത് ചെയ്താൽ മതി, റേഷ്യോന്റെ 2 സൈഡിലും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് A:B എന്ന് പറയുന്ന ഒരു റേഷ്യോ ഉണ്ടെങ്കിൽ ഇവിടെ നമ്മളൊരു ടേമിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് ചെയ്യണം, ഈ ഒരു ടേമിനെ ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യണം. ആ രീതിയിൽ എന്ത് ചെയ്താൽ മതി, നമ്മൾ ജസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു കേസിൽ നോക്കുന്ന സമയത്ത് നമുക്കിവിടെ എന്ത് കിട്ടും, 12/3 ഫസ്റ്റത്തെ കേസിൽ, രണ്ടാമത്തെ കേസിൽ 12/4, മൂന്നാമത്തെ കേസിൽ 12/6. 12/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 4 ആണ്. 4:12/4 എന്ന് പറഞ്ഞാൽ 3 ആണ്. 12/6 എന്ന് പറഞ്ഞാൽ 2 ആണ്. ദാറ്റ് മീൻസ് 4:3:2 ആണ് നമുക്ക് ആൻസർ വരിക. ഓപ്ഷൻ ഡി ആണ് നമുക്ക് അവിടെ റൈറ്റ് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. നേരത്തെ എയും ബിയും മാത്രം വന്നില്ല, അതായത് എയും ബിയും മാത്രം വന്നു. അപ്പോൾ ടൈമിന്റെ റേഷ്യോ 3:4 ആയിരുന്നു. നിങ്ങൾ നേരെ എഫിഷ്യൻസിന്റെ റേഷ്യോ എന്തെടുത്തു, ഡയറക്ട്ലി 4:3 എടുത്തു. എഫിഷ്യൻസിന്റെ അത് നേരെ ഓപ്പോസിറ്റ് എടുത്തു. അപ്പോൾ അതെങ്ങനെയാണ് പോസിബിൾ ആവുന്നത്, അവിടെ മാത്രം അത് 2 പേരുണ്ടാവുമ്പോൾ മാത്രം എങ്ങനെയാണ് ഓപ്പോസിറ്റ് ഡയറക്റ്റ്ലി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്, അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ആക്ച്വലി അവിടെയും നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്താണ്, ഇതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. പക്ഷെ അവിടെ 2 ആളുണ്ടായതുകൊണ്ട് നമുക്ക് ഏറ്റവും ഈസിലി ഇങ്ങനെ ചെയ്യാവുന്നത്, അതായത് ഒരു ഷോർട്ട് വേ ആണ്. പക്ഷെ ചെയ്യുന്ന അൾട്ടിമേറ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, സെയിം ആണ്. നമുക്കത് ചെയ്ത് നോക്കാം. അതായത് ഏത് രീതിയിലായിരിക്കും, 1/3:1/4 ആയിരിക്കുമല്ലോ. 1/3:1/4, 3ന്റെയും 4ന്റെയും LCM എന്ന് പറയുന്നത് 12 ആണ്. 2 ഭാഗത്തും 12നെ മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് എന്താ ആൻസർ കിട്ടും, 12/3:12/4. 12/3 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4:12/4 എന്ന് പറഞ്ഞാൽ 3 ആണ്. 4:3 ആൻസർ കിട്ടിയ 4:3 തന്നെയാണ് നമുക്ക് ഇവിടെയും എന്ത് ചെയ്യുന്നത്, ആൻസർ കിട്ടുന്നത്. ഓക്കെ, അൾട്ടിമേറ്റ്ലി ചെയ്യുന്ന കാര്യം സെയിം ആണ്. 2ലാവുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ്ലി അങ്ങനെ എഴുതാൻ കഴിയും എന്ന് മാത്രം, 3ൽ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ വേണ്ടി പറ്റില്ല. കൺസെപ്റ്റ് ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A can do a bit of work in 25 days which B can complete in 20 days. ഓക്കെ, എക്ക് ഒരു വർക്ക് തീർക്കാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് 25 ഡേയ്സ് ആണ് എടുക്കുന്നത്. ജസ്റ്റ് നോക്കാം, എക്ക് ഒരു വർക്ക് തീർക്കാൻ വേണ്ടിയിട്ട് 25 ഡേയ്സ് ആണ് എടുക്കുന്നത്. ബി ക്യാൻ കംപ്ലീറ്റ് ഇൻ 20 ഡേയ്സ്. ബിക്ക് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് 20 ഡേയ്സ് ആണ്.
ബോത്ത് ടുഗദർ ലേബർ ഫോർ 5 days ആൻഡ് ആഫ്റ്റർവേഴ്സ് എ ലീവ് ഓഫ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടി 5 ദിവസം ഒരുമിച്ച് വർക്ക് ചെയ്യാണ്. 5 ദിവസം ഒരു കമ്പനിയൊക്കെയായി നല്ല സെറ്റായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്തു. പക്ഷെ അതിനുശേഷം ആര് ലീവ് ചെയ്യാണ്? നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് എ ലീവ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഹൗ ലോങ് വിൽ ബി ടേക്ക് ടു കംപ്ലീറ്റ് ദ റിമൈനിങ് വർക്ക്? അപ്പൊ 5 ദിവസം കൊണ്ട് വർക്ക് തീർന്നിട്ടില്ല, ബാക്കി വർക്ക് അവിടെ പെൻഡിങ് ആണ്. അപ്പൊ ആ ബാക്കിയുള്ള വർക്ക് തീർക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ എ ഓൾറെഡി പോയല്ലോ, ഇനി ബി മാത്രമേ ഉള്ളൂ. ബിക്ക് എത്ര ദിവസം എടുക്കും എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ LCM മെത്തേഡാണ്. വളരെ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? LCM മെത്തേഡിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ എ എടുക്കുന്ന നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് 25 ആണ്, ബി എടുക്കുന്ന നമ്പർ ഓഫ് ഡേയ്സ് 20 ആണ്. അതിന്റെ LCM കാണാം. ഓക്കെ, LCM ഓഫ് 25 അതുപോലെ തന്നെ 20. ഓക്കെ, 25ന്റെയും 20യുടെയും LCM എത്രയാണ്? 100 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് 100 യൂണിറ്റ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, LCM എടുക്കുന്നത് അതിനാണ്. ടോട്ടൽ വർക്ക് 100 യൂണിറ്റ് ആണ്. ഓക്കെ, ടോട്ടൽ വർക്ക് നേരത്തെ നമ്മൾ ബ്രിക്സിന്റെ കൺസെപ്റ്റ് പറഞ്ഞതുപോലെ തന്നെ ടോട്ടൽ 100 ബ്രിക്സ് ആണെന്ന് കൺസിഡർ ചെയ്യാം. എക്ക് 25 ഡേയ്സ് എടുക്കും ഈ ഒരു 100 യൂണിറ്റ് വർക്ക് തീർക്കാൻ. ജസ്റ്റ് ചിന്തിച്ച് നോക്കുക, 100 യൂണിറ്റ് ടോട്ടൽ വർക്ക് ചെയ്യാനുണ്ട്. എക്ക് എടുക്കുന്ന സമയം 25 ഡേയ്സ് ആണ്. ദാറ്റ് മീൻസ് ഒരു ഡേ എത്ര വർക്ക് ചെയ്യും? 100 ഡിവൈഡ് ബൈ 25, ദാറ്റ് മീൻസ് 4 യൂണിറ്റ് അല്ലേ? 4 യൂണിറ്റ് വെച്ചിട്ട് 25 ഡേ വർക്ക് ചെയ്താൽ 4 × 25 100 യൂണിറ്റ് ആയി. അതേ രീതിയിൽ ബി ഒരു ദിവസം എത്ര യൂണിറ്റ് വർക്ക് ചെയ്യും? 100 divided by 20, that means 5 units. ഓക്കെ, രണ്ട് പേരും കൂടി എത്ര വർക്ക് ചെയ്യും? 4 + 5 9 യൂണിറ്റ്. രണ്ട് പേരും കൂടി 9 യൂണിറ്റ്. അപ്പൊ ജസ്റ്റ് ചിന്തിച്ച് നോക്കാം, രണ്ട് പേരും കൂടി 9 യൂണിറ്റ്സ് ആണ് ഒരു ദിവസം ചെയ്യുന്നത്. അവർ ടോട്ടൽ 5 ദിവസം ഒരുമിച്ച് വർക്ക് ചെയ്തു. ദാറ്റ് മീൻസ് 5 × 9 45 യൂണിറ്റ് വർക്ക് എന്ത് ചെയ്തു? അവർ ചെയ്തു തീർത്തു. 100 യൂണിറ്റ് ആണ് ടോട്ടൽ ഉള്ളത്. ആ 100 യൂണിറ്റ്സിൽ 45 ഓൾറെഡി ഡൺ. 45 ഡൺ ആയി. ഓക്കെ, 45 ഡൺ ആയാൽ ബാക്കി എത്ര ഉള്ളത്? 55 യൂണിറ്റ് അല്ല ഉള്ളത്. 55 യൂണിറ്റ്സ് ഉള്ളത്. ഈ 55 യൂണിറ്റ് ആര് ഒറ്റയ്ക്ക് ചെയ്യണം? കാരണം എ പോയി, ഇനി ബി ഒറ്റയ്ക്ക് ചെയ്യണം. അപ്പൊ 55 യൂണിറ്റ് ആര് ഒറ്റയ്ക്ക് ചെയ്യണം? ബി ഒറ്റയ്ക്ക് ചെയ്യണം. അപ്പൊ ബി ഒരു ദിവസം എത്ര ചെയ്യാം? ബി 5 യൂണിറ്റ് ആണ് ചെയ്യുക. 55 divided by 5 ചെയ്ത് കഴിഞ്ഞാൽ ഇനി എത്ര ദിവസം ബി വർക്ക് ചെയ്യണം എന്നുള്ളത് കിട്ടുമല്ലോ. ദാറ്റ് മീൻസ് 55 divided by 5, ദാറ്റ് മീൻസ് നമുക്ക് എന്താ ആൻസർ കിട്ടുക? 11 ഡേയ്സ് ആണ് ആൻസർ കിട്ടുക. 11 ഡേയ്സ് ആണ് ആൻസർ കിട്ടുക. അപ്പൊ കൃത്യമായിട്ട് LCM മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? വളരെ വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ദ ഫൈനൽ ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. എ ആൻഡ് ബി ക്യാൻ ഡു എ ബിറ്റ് ഓഫ് വർക്ക് ഇൻ 12 ഡേയ്സ്. ഓക്കെ, പിന്നെയും ഹയർ കൺസെപ്റ്റിലോട്ട് പോവാണ്. അതായത് എ ആൻഡ് ബി ക്യാൻ ഡു എ ബിറ്റ് ഓഫ് വർക്ക് ഇൻ 12 ഡേയ്സ്. എക്കും ബിക്കും ഒരു വർക്ക് തീർക്കാൻ വേണ്ടിയിട്ട്, എക്കും ബിക്കും കൂടിയാണ്, എക്ക് മാത്രമല്ല ബിക്ക് മാത്രമല്ല, എക്കും ബിക്കും കൂടി ഒരു വർക്ക് തീർക്കാൻ വേണ്ടിയിട്ട് 12 ഡേയ്സ് എടുക്കും. ഓക്കെ, 12 ഡേയ്സ് ആണ് എന്ത് ചെയ്യുന്നത്? എടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബി ആൻഡ് സി ക്യാൻ ഡു ഇറ്റ് ഇൻ 15 ഡേയ്സ്. ബിക്കും സിക്കും ഓൾമോസ്റ്റ് 15 ഡേയ്സ് എടുക്കും. വൈൽ സി ആൻഡ് എ ക്യാൻ ഡു ഇറ്റ് ഇൻ 20 ഡേയ്സ്. ഓക്കെ, എക്കും സിക്കും അത് 20 ഡേയ്സ് എടുക്കും. അങ്ങനെയാണെങ്കിൽ ഇൻ ഹൗ ലോങ് വിൽ ദേ കംപ്ലീറ്റ് ഇറ്റ് കോപ്പറേറ്റിംഗ്? അഡീഷണലി ഇൻ ഹൗ ലോങ് ക്യാൻ എ അലോൺ ഡു ഇറ്റ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എയും ബിയും സിയും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര സമയം എടുക്കും? രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ, എക്ക് മാത്രം എത്ര സമയം എടുക്കും എന്നുള്ളതാണ് മെയിനായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത അതേ മെത്തേഡ് ഞാൻ ഫോളോ ചെയ്യാണ്. LCM മെത്തേഡാണ്. അപ്പോൾ LCM ഞാനിവിടെ ജസ്റ്റ് ഈ ഒരു പേജിൽ എഴുതുന്നുണ്ട്. LCM ഓഫ് ഏതൊക്കെയാണ്, ഏതിൻ്റെയൊക്കെ LCM നമുക്ക് എടുക്കേണ്ടത്? 12, 15, 20. 12, 15, 20. ഇതിൻ്റെ മൂന്നിൻ്റെയും LCM ആണ് നമുക്ക് എടുക്കേണ്ടത്. ഇതിൻ്റെ മൂന്നിൻ്റെയും LCM എത്രയാണ് വരിക? 60 ആണ് വരിക. അപ്പോൾ ടോട്ടൽ വർക്ക് 60 യൂണിറ്റ്സ് ആണ് നമുക്ക് കിട്ടും. ടോട്ടൽ വർക്ക് 60 യൂണിറ്റ്സ് ആണ് കിട്ടും. ടോട്ടൽ വർക്ക്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ആലോചിച്ച് നോക്കുക, എ പ്ലസ് ബിക്ക് എടുക്കുന്ന സമയം 12 ഡേയ്സ് ആണ്. 12 ഡേയ്സ് ആണ്. എ പ്ലസ് ബിക്ക് എടുക്കുന്ന സമയം 12 ഡേയ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി ഒരു ഡേയിൽ എത്ര വർക്ക് ചെയ്യുന്നുണ്ടാവും? 1 ഡേ എത്ര വർക്ക് ചെയ്യുന്നുണ്ടാവും? 60 divided by 12, ദാറ്റ് മീൻസ് 5 യൂണിറ്റ്സ്. ഓക്കെ, ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 60 യൂണിറ്റ് ആണ്. അവർ ടോട്ടൽ എടുക്കുന്ന ദിവസം എന്ന് പറയുന്നത് 12 ഡേയ്സ് ആണ്. 60 divided by 12, 5 യൂണിറ്റ്സ്.
അങ്ങനെയാണെങ്കിൽ ബി പ്ലസ് സി എടുക്കുന്ന സമയം എന്ന് പറയുന്നത് എത്രയാണ്? ബി പ്ലസ് സി ഓൾമോസ്റ്റ് 15 ഡേയ്സ് ആണ്. 15 ഡേയ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ബി പ്ലസ് സി ഒരു ദിവസം ചെയ്യുന്ന വർക്ക് 60 ഡിവൈഡ് ബൈ 15, ദാറ്റ് മീൻസ് 4 യൂണിറ്റ്സ് ആണ്. നെക്സ്റ്റ് വണ് എ പ്ലസ് സി ആണ്. എ പ്ലസ് സി ജസ്റ്റ് നോക്കുക. എ പ്ലസ് സി ടോട്ടൽ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 20 ഡേയ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് 60 ഡിവൈഡ് ബൈ 20. ഇവ രണ്ടുപേരും കൂടിയാണ് എത്രയാണ്? 3 യൂണിറ്റ്സ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും എ പ്ലസ് ബി എത്രയാണ്? 5 ആണ്. പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് 4 ആണ്. പ്ലസ് എ പ്ലസ് സി എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ചിന്തിക്കുക. എ പ്ലസ് ബി പ്ലസ് ബി പ്ലസ് സി പ്ലസ് എ പ്ലസ് സി. എ പ്ലസ് എ 2a ആണ്. പ്ലസ് ബി പ്ലസ് ബി 2b ആണ്. പ്ലസ് സി പ്ലസ് സി 2c ആണ്. ഈസ് ഈക്വൽ ടു 5 പ്ലസ് 4 പ്ലസ് 3 എത്രയാണ്? 5 പ്ലസ് 4 9 ആണ്. 9 പ്ലസ് 3 12 ആണ്. അപ്പൊ ജസ്റ്റ് ചിന്തിച്ചു നോക്കുക. 2a പ്ലസ് 2b പ്ലസ് 2c ഈക്വൽ ടു 12. അതായത് ഞാൻ എന്ത് ചെയ്യാം? 2നെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു എനിക്ക് എത്ര കിട്ടും? 12 കിട്ടും. ഇവിടെ 2 ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി ആണ്. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി എന്തായിരിക്കും? ഇവിടെ 2 ഇൻറ്റു ആണ്, അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഡിവൈഡ് ആവും. 12 ഡിവൈഡ് ബൈ 2 ദാറ്റ് മീൻസ് 6 ആവും. ഓക്കെ, അപ്പൊ അൾട്ടിമേറ്റ്ലി ഇവിടെ എന്താ മീൻ ചെയ്യുന്നത്? എയും ബിയും സിയും കൂടിയിട്ട് ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് 6 യൂണിറ്റ് ആണ്. അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ബ്രിക്കിന്റെ കൺസെപ്റ്റ് ആണെങ്കിൽ 6 ബ്രിക്ക് ആണ്. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 60 യൂണിറ്റ് ആണ്. എയും ബിയും സിയും കൂടി ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് 6 യൂണിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അവർ 3 പേരും കൂടി ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം എടുക്കും? ജസ്റ്റ് സിമ്പിൾ ആയിട്ട് കാണാം. ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ ഒരു ദിവസം ചെയ്യുന്ന വർക്ക്, അതായത് 6 യൂണിറ്റ് ആണ്. ദാറ്റ് മീൻസ് 10 ഡേയ്സ് എടുക്കും. ഓക്കെ, അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബട്ട് എന്ത് ചെയ്യാം, ഒരു സിമ്പിൾ മാനറിൽ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്താണ് ഞാൻ എടുത്തത്, അതുപോലെ തന്നെ LCM മെത്തേഡ് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് അവിടെ മനസ്സിലാക്കാം. അപ്പോൾ 10 ഡേയ്സ് ആണ് നമ്മുടെ ഇനീഷ്യൽ ആൻസർ വരുന്നത്. ഇവിടെ 15 ഡേയ്സ് ആണ്, ഇവിടെ 20 ഡേയ്സ് ആണ്. അപ്പോൾ ഇനീഷ്യൽ ആൻസർ 10 ഡേയ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ സിമ്പിൾ ആയിട്ട് അവിടുന്ന് 10 ഡേയ്സ് ആണ് എന്നുള്ളത് അവിടുന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റി. ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി പറയുന്നുണ്ട്. എന്താ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ? അഡീഷണലി ഇൻ ഹൗ ലോങ് ക്യാൻ എ ഡു ഇറ്റ്? ഓക്കെ, എത്ര ദിവസം കൊണ്ട് എ മാത്രം വർക്ക് ചെയ്യുകയാണെങ്കിൽ എക്ക് എത്ര ദിവസം കൊണ്ട് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മളോട് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഒരു ഡാറ്റ എടുക്കാം. അതായത് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു 6 എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു 15 അല്ലേ? അത് പിന്നെ അവിടെ ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു 4 ആയത് കൺഫ്യൂസ്ഡ് ആവരുത്. ഇവിടെ നമ്പർ ഓഫ് ഡേയ്സ് ആണ് പറയുന്നത്. അവിടെ അവർ ഒരു ദിവസം ചെയ്യുന്ന യൂണിറ്റ്, 1 ഡേ ചെയ്യുന്ന യൂണിറ്റ്, 1 ഡേ ചെയ്യുന്ന യൂണിറ്റ്. ആ കേസിൽ ബി പ്ലസ് സി എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. ഓക്കെ, എ പ്ലസ് ബി പ്ലസ് സി എത്രയാണ്? എ പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു 12 ഡിവൈഡ് ബൈ 2 ദാറ്റ് മീൻസ് 6 ആണ്. എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു എത്രയാണ്? 6 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബി പ്ലസ് സി ഈക്വൽ ടു 4 ആണല്ലോ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ബി പ്ലസ് സിന്റെ പകരം 4 ഇട്ട് കൊടുക്കുക. എ പ്ലസ് 4 ഈസ് ഈക്വൽ ടു 6. അങ്ങനെയാണെങ്കിൽ എ ഈസ് ഈക്വൽ ടു, ഇവിടെ പ്ലസ് 4 ആണ്, അങ്ങോട്ടേക്ക് പോകുമ്പോൾ -4 ആവും. 6 - 4, എ ഈസ് ഈക്വൽ ടു 2 എന്ന് വന്നു. അതായത് എ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 2 യൂണിറ്റ്സ് ആണ്. ഓക്കെ, എ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് 2 യൂണിറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടെത്തിയതാണ്. എത്രയാണ്? 60 യൂണിറ്റ് ആണ്. അപ്പോൾ 60 യൂണിറ്റ് ടോട്ടൽ വർക്ക്, ഒരു ദിവസം ചെയ്യുന്ന വർക്ക് 2 യൂണിറ്റ്. അപ്പോൾ ടോട്ടൽ എത്ര ദിവസം പിടിക്കും? 60 ഡിവൈഡ് ബൈ 2 ദാറ്റ് മീൻസ് 30 ഡേയ്സ് പിടിക്കും. നമ്മുടെ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ എ ആണ്. ഇവിടെ 50 ഡേയ്സ് ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഓപ്ഷൻസ് വെട്ടിക്കളയാൻ വേണ്ടിയിട്ട് പറ്റും. ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിരുന്ന ടോപ്പിക്സ്. അപ്പോൾ നിങ്ങൾക്ക് കൺസെപ്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. കൂടുതൽ സെഷൻസുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ബൈ.